ഐശ്വര്യ, ഗണേഷ് കുമാറിൻ്റെ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഇന്നലെ, അതായത് വി ഡി സതീശനെ ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, വി ഡി സതീശൻ ജി സുകുമാരൻ നായർ പറഞ്ഞ പോലെ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, ഇന്നേ വരെ NSSനെയോ ജി സുകുമാരൻ നായരെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തരത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായുള്ള ഈ പറച്ചിൽ കേൾക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് 2013 ഈ പറഞ്ഞ പോലെ അദ്ദേഹം UDFൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് പുറത്തു പോകുന്നത്. പിന്നീട് പല പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അവസാനം LDFിലോട്ട് പോകുന്നു, LDFിലോട്ട് ചേക്കേറുന്നു. എന്തായാലും LDF തോറ്റു. ഇപ്പം അദ്ദേഹത്തിന് LDFിന് വലിയ പ്രാതിനിധ്യമല്ല, അവിടുന്ന് ട്രോളും കുറ്റപ്പെടുത്തലും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വാഹനങ്ങളുടെ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നെങ്കിൽ പോലും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചപ്പെട്ട നേതാവ് കൂടിയാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചർച്ചാ വിഷയത്തിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് സുഖിപ്പിക്കുന്നുണ്ട് വി ഡി സതീശനെ. നമുക്കറിയാം, വി ഡി സതീശൻ്റെ ടേം തന്നെയുണ്ട് വിസ്മയം. ഈ വിസ്മയത്തിൻ്റെ ഒരു ഭാഗമായി ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ വരുമോ ഇല്ലയോ, എന്താണ് ഐശ്വര്യയുടെ അഭിപ്രായം? ഗണേഷ് കുമാർ വിസ്മയം തീർക്കും മിക്കവാറും. അദ്ദേഹത്തിന് ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച തോന്നുന്നത് ഓക്കെ, പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ക്ലിയർ ആണ് കേട്ടോ. സത്യത്തിന് മൂല്യമില്ല, കലികാലാണെന്ന്. ആ വാക്ക് ശരിയാണ്. സത്യത്തിന് മൂല്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഉമ്മൻചാണ്ടിയോട് കാണിച്ച നീതികേടിന്റെ ഒരു മൂല്യം, കാര്യങ്ങളും സത്യവും എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിന് മൂല്യമില്ലാത്തതൊന്നും അല്ല കലികാലം. കലികാലത്തിൽ എപ്പോഴാണെങ്കിലും തെളിഞ്ഞു വരും കാര്യങ്ങൾ. അത് തെളിഞ്ഞു വന്നതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് കയറി ഇപ്പം ഇരിക്കേണ്ടി വന്നതും. കഴിഞ്ഞ ദിവസം ഞാൻ ജ്യോതികുമാർ ചമക്കാല പറയുന്നുണ്ട്, പത്തായത്തിൽ എലിയുണ്ടെങ്കിൽ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി പത്തനാപുരത്തുനിന്നും വരുന്നു. ആ സമയത്ത് സഭയിൽ തന്നെ ഉയർന്ന മറ്റൊരു അംഗത്തിന്റെ വാക്കായിരുന്നു എലിയല്ല കോഴിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു, കോഴിയായാലും എലിയായാലും ആരാണെങ്കിലും. പക്ഷെ അത്തരത്തില് നിയമസഭയ്ക്കകത്ത് പോലും അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് വിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സത്യത്തിന് മൂല്യമില്ലാത്തതുകൊണ്ടൊന്നല്ല. സത്യം കാലം തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്, ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഓരോ പത്രസമ്മേളനങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോഴും MLA ബോർഡ് കളയാണ്ട്, അല്ലെങ്കിൽ ആ ലൈസൻസിൽ പോലും MLA എന്നുള്ള വേർഡ് മാറ്റി വെച്ചിട്ടില്ല അദ്ദേഹം. ലൈസൻസിലടക്കം കിടക്കുന്നത് MLA എന്നുള്ളത് തന്നെയാണ്. ആ ലൈസൻസ് എങ്ങനെ കിട്ടി എന്നുള്ളത് മറ്റൊരു കാര്യം. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ലൈസൻസ് കിട്ടി എന്നുള്ളതും മാത്രമല്ല, പിന്നീട് വന്ന അപ്ഡേഷൻ അദ്ദേഹം ഗണേഷ് കുമാർ MLA എന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം വേണ്ടിയിട്ട് എന്താ പറയുക, അന്ന് ഈ പറഞ്ഞ പോലെ ഗതാഗതം അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ, ലൈസൻസ് കൊടുക്കുന്നത് അദ്ദേഹമാണല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണ്ട പോലെ അദ്ദേഹം അത് എഡിറ്റ് ചെയ്തു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. എന്തായാലും ലൈസൻസിന്റെ കാര്യത്തിലും ഗതാഗത മന്ത്രി എല്ലാ ആഭരണങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ സാധാരണ ഒരു പ്രവർത്തകനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹം ജനിച്ച നാൾ മുതലേ അധികാരത്തിന്റെ ഒരു മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അഹങ്കരിച്ച് നടന്നിരുന്ന ഒരു സമയത്ത് നിന്ന് അധികാരമില്ലാത്ത ഈ നാളുകൾ അദ്ദേഹത്തെ ഒരുപക്ഷെ പേടിപ്പിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പെട്ടെന്ന് വി ഡി സതീശൻ എൻ്റെ ഉറ്റ സുഹൃത്തായതും വി ഡി സതീശന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദം ഇങ്ങനെ വീടിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതുമൊക്കെ പെട്ടെന്ന് വന്ന അധികാരം ഇല്ലാണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്നും ഈ പറയുന്ന ഗണേഷ് കുമാർ ഇപ്പുറത്തേക്ക് പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. ബോസ് പറഞ്ഞതുപോലെ ഭാര്യയുടെ വിഷയങ്ങൾ വന്നപ്പോൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് രാജിവെപ്പിച്ചു. പിന്നീടും വിഷയം വന്നതുകൊണ്ട് തിരിച്ചെടുക്കാമെന്ന് ഉറപ്പ് പാലിച്ചില്ല എന്നതുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം തന്നെ. അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാലം കണക്ക് പറയുക തന്നെ ചെയ്യും അതിന്. അപ്പൊ അത്തരത്തില് എന്തായാലും ഇപ്രാവശ്യം CPM വഴിയില്ല, അല്ലെങ്കിൽ പത്തനാപുരംകാർ വീട്ടിലിരുത്തിയതോടുകൂടി വി ഡി സതീശന് ഉറ്റ സുഹൃത്തായിട്ടുണ്ട്. വി ഡി സതീശന് വേണ്ടിയിട്ട് വാളും പരിചയം എടുത്തിട്ട് ഗണേഷ് കുമാർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്, ഏകാധിപതികൾ ഒരിക്കലും വാഴില്ല എന്നുള്ളത്. അത് ആരും ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഈ മറ്റേ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് പറയുന്നത് പോലെ ആ ഏകാധിപതി എന്നുള്ള ആ ഇടയ്ക്കുള്ള സാധനം പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അതെന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ഏകാധിപതി എന്നുള്ള വേർഡ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പിണറായി വിജയൻ ഇതേ വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വി ഡി സതീശൻ എൻ്റെ ഉറ്റ സുഹൃത്താണ്, ഏകാധിപതികൾ പാടില്ല എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അത് സുകുമാരൻ നായരെ പറ്റിയിട്ടാണ് എന്ന് തോന്നാം. അല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുണ്ട്. ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഉദ്ദേശിച്ച ഈ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് പിണറായി വിജയനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പരാമർശിച്ചത് ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായർ, കാരണം സതീശിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞ അദ്ദേഹം സുകുമാരൻ നായരുടെ ടേംസ് വെച്ചിട്ടാണ്. ആ കാര്യത്തിൻ്റെ തുടർക്കഥ എന്നോളാണ് ഈ സാധനം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സുരേഷ് ഗോപിയെ ഈ പറഞ്ഞ പോലെ മന്നത്ത് പത്മനാഭൻ്റെ ഇതിൽ ചെന്നപ്പം കാണാൻ സമ്മതിച്ചില്ല എന്നുള്ള വലിയ വിവാദം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉപരാഷ്ട്രപതി വരുന്നു. ഉപരാഷ്ട്രപതി വന്നപ്പോൾ അന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നായും ഇതൊക്കെ വരും, അത് കളങ്കം വരുത്തും, അത് പാടില്ല എന്നുള്ളത് അതിന് ഉപരാഷ്ട്രപതിക്ക് വരെ അംഗീകാരം കൊടുത്തില്ല. ഉപരാഷ്ട്രപതി അതിൻ്റെ പേരിൽ 3 ദിവസം നടന്ന പ്രോഗ്രാമിൽ
അതിരൂക്ഷമായി വിമർശിച്ചും ആരും എക്കാലത്തും എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കും എന്ന് ആരും വിചാരിക്കേണ്ട എന്നുള്ള അദ്ദേഹം പറയാണ്ട് സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞു. അതിന് ബാക്കി പത്രം എന്നുള്ള സുരേഷ് ഗോപിയും ആ സാധനം ഏറ്റെടുത്തു. കാരണം അദ്ദേഹത്തോട് സുകുമാരൻ നായരോട് ഇതിന്റെ ഭാഗം പറയാനില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് പോകണം എന്ന് തോന്നുന്നു. പലതരത്തിലും വിയോജിപ്പ് എനിക്കുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ BJP അത് കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്ക് ആക്കാനാണ് നോക്കിയത്. ഈ പറഞ്ഞ പോലെ ഉപരാഷ്ട്രപതി സുരേഷ് ഗോപിയൊക്കെ വരുന്ന സമയം നമ്മൾ നോക്കണം. ഒന്ന് ലോക്സഭാ ഇലക്ഷനിൽ, രണ്ടാമത് വന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ 2026 നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപരാഷ്ട്രപതി വരുന്നത്. അപ്പോൾ കാര്യം വളരെ കൃത്യമാണ്. അവർക്ക് നായർ വിഭാഗത്തിന്റെ വോട്ടുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള BJPയുടെ നീക്കമായിരുന്നു. അതിന് അദ്ദേഹം കൃത്യമായിട്ട് തടയിട്ടു എന്നുള്ളത്. അത് മാത്രമല്ല 2018 ഈ പറഞ്ഞ പോലെ ശബരിമല യുവതീ പ്രവേശനം ഉണ്ടായപ്പോൾ ആദ്യമായി രംഗത്ത് വന്നത് ഈ പറഞ്ഞ പോലെ NSS. അപ്പം ജി സുകുമാരൻ നായരാണ് മുമ്പിലുണ്ടായിരുന്നത്. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ തൊട്ട് പിന്നാലെ BJP NSS പിന്തുണയുമായി വരുന്നു. കോൺഗ്രസ് മാത്രം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടില്ലാണ്ട് വിട്ടു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ BJP വരുന്നുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു വോട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJPയുടെ വരവ് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ആ സമരം പിൻവലിച്ച് അദ്ദേഹം വീട്ടിലോട്ട് പോയത്. അപ്പോൾ BJP എക്കാലത്തും തടുത്തു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ചില നേതാക്കന്മാർക്ക് ഉള്ളിലോട്ട് പ്രവേശനം കൊടുത്തില്ല. അതിൻ്റെ പേരിലാണ് ഒരു ഏകാധിപതി എല്ലാ കാലത്തും വാഴില്ല, ഇത് കലികാലമാണ്, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാവും, അത്തരത്തിലൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ള പേഴ്സണൽ ഒരു വൈരാഗ്യം കൂടി അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പേഴ്സണൽ വൈരാഗ്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഈ പറയുന്ന NSSന്റെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന മനുഷ്യനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളും ശരിയാണെന്നുള്ളൊരു ഇതൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ വിഷയം വന്നപ്പോഴാണെങ്കിലും അവരെ കയറ്റിയില്ല എന്നുള്ളതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഗണേഷ് കുമാർ തന്നെ പറയുന്നത് ഒരു സമയക്രമം പുറത്ത് പറയണം എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഒരു സമയക്രമം പറയുന്നത് എല്ലാവർക്കും, ഒരു സാധാരണ നായർ അല്ലെ കരയോഗത്തിൽ അംഗമായിട്ടുള്ള ഒരാൾക്കും അവിടെ ചെല്ലുമ്പോൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉപരാഷ്ട്രപതിയെ പോലെ ഒരാൾ വരുമ്പോ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്ടാണോ വരുന്നത്? അതെനിക്ക് അറിയില്ല. ഉപരാഷ്ട്രപതി പറഞ്ഞ പോലെ പെർമിഷൻ ഇല്ലാണ്ടേ വന്നു, പെട്ടെന്ന് കയറി വന്നിട്ട് അവിടെ കയറി വരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോൾ അവിടെ നിന്നുണ്ടാവും ഡോഗ് സ്ക്വാഡിനെ കൊണ്ടും അവിടെ ബോംബ് വെച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അവർക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അത് ചെക്കിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ നായ പോലത്തെ താങ്കളുടെ ഉള്ളിലോട്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്. മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപരാഷ്ട്രപതി പെട്ടെന്ന് വന്നൊരു തീരുമാനമായിരുന്നു അത്. അതും ഇലക്ഷൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള സംഭവം. അതിന്റെ പേരിലാണ് അദ്ദേഹം തടഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അതെന്തായിക്കോട്ടെ, ഇങ്ങോട്ട് കാര്യത്തോട് വരുമ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തോട് ഈ പറഞ്ഞ പേഴ്സണലായിട്ടുള്ള ഒരു ചൊരുക്ക് ഗണേഷ് കുമാറിനുണ്ട്. അത് പല കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇയാളും ഒരു നായരാണ് ഗണേഷ് കുമാർ. പക്ഷേ ഈ നായർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. സുകുമാരൻ നായർക്ക് പലതരത്തിലുള്ള നായന്മാരെ, ഈ പറഞ്ഞ പോലെ ഡൽഹി നായർ എന്നുള്ളൊരു വിഭാഗമുണ്ട്, പലതരത്തിലുള്ള നായന്മാരുണ്ട്. അപ്പൊ കറുത്ത നായരുടെ നായർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതെ, കറുത്ത നായരുണ്ട്, വെളുത്ത നായരുണ്ട്, ഡൽഹി നായരുണ്ട്. അപ്പൊ നായന്മാരെ തന്നെ പല വിഭാഗമാണ് സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിൽ ഏതൊരു വിഭാഗത്തിൽ നായന്മാര് തന്നെ വേറൊരു വിഭാഗമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അതെ, അപ്പൊ അതിൽ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട പോലെ അപ്പോൾ അതിൽ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു നായറിൽ പെടുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലൊരു ക്ലാഷ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചുരുക്കം കൂടി ഇദ്ദേഹം തീർക്കുന്നുണ്ട്. ഓൾറെഡി പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് പോയല്ലോ, ഇനിയിപ്പോൾ തൻ്റെ കയ്യിലൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഐശ്വര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ ഈ അമ്മയെ ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പിഷാരണിയായിട്ട് അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം എല്ലാ വാർത്താ സമ്മേളനവും തൊട്ടപ്പുറത്ത് ഗണേഷ് കുമാർ ഉണ്ടാവും, പിഷാരണിക്ക് വല്ലാണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു. ഞാനപ്പോഴും അങ്ങനെ ഇടയ്ക്ക് ആലോചിച്ച് പോയിട്ടുണ്ട്, ഇവർ ഈ പറഞ്ഞ പോലെ വിസ്മയത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനൊപ്പം വരുമോ എന്നുള്ള വിസ്മയം കണ്ട് തലകറങ്ങി വീണ് ഞാൻ ലേലു പറഞ്ഞ് മിക്കവാറും കാല് പിടിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അത് വരുന്നതിന് മീൻസ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ അച്ഛൻ എന്തായാലും ഇവിടെ ആയിരുന്നു, മകനാണ് പിന്നീട് അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയ അത്ഭുതമില്ല. പക്ഷെ കോൺഗ്രസ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളൊരു മീനിങ്ങിലേക്ക് അവർ വരികയാണെങ്കിൽ തന്നെ കോൺഗ്രസ് പിന്നെയും വളരുക എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കോൺഗ്രസിലേക്ക് എടുക്കുക എന്നുള്ളത് പറയുന്നത് സാധാരണ ഒരു കോൺഗ്രസ്സുകാരന് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചതിയാണ്. ചതിച്ച് പോയ ഒരാളെ വീണ്ടും ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും സ്ഥാനമാനങ്ങളുടെ പിറകെ മാത്രമാണ് ഈ പറയുന്ന ഗണേഷ് കുമാറിന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നത് തന്നെ ക്യാമറയ്ക്ക് മുന്നിലാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും ക്യാമറയ്ക്ക് മുന്നിലുണ്ടാവും. അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത്, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, അതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് അപ്പം തന്നെ എടുക്കാൻ എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ടാവും. ക്യാമറയായിട്ട് മൈക്ക് ഇതുപോലെ കുത്തി വെച്ചിട്ടായിരിക്കും അദ്ദേഹം നടക്കുന്നത്. നമുക്ക് സംശയം സാധാരണ തോന്നുന്നത് ചില റീലുകളൊക്കെ കാണുമ്പോൾ യൂട്യൂബേഴ്സ് എണീറ്റ് വരുമ്പോൾ തന്നെ ക്യാമറയിൽ കാണുന്നു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. അതേപോലെ തന്നെയല്ലേ ശരിക്കും ഗണേഷ് കുമാർ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എവിടെ പോയാലും കറക്റ്റായിട്ട് അത് കൊടുക്കാൻ ചാനലുകാരും കൂടെ ഉണ്ടാവും. അദ്ദേഹം അത് പ്രീ പ്ലാൻഡ് ആയിട്ട്, അതിപ്പോ എല്ലാ നേതാക്കന്മാരും പലരും അത്തരത്തിലുള്ള നാടകങ്ങളിൽ കൂടെ തന്നെയായിരിക്കാം PR വർക്കുകൾ നടത്തുന്നത്. പക്ഷെ ഗണേഷ് കുമാർ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് നിന്ന് ഈ പ്രസംഗം നടത്തുമ്പോൾ, അത് ആ ഒരു വേർഡ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും
നെഗറ്റീവ്സ് ഉള്ള ഒരാൾ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ ചാരിത്ര പ്രസംഗം നടത്തുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്യുന്നൊരു കാര്യത്തോട് എത്രത്തോളം യോജിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തായാലും ഗണേഷ് കുമാറിന്റെ ഒരു ചാട്ടം, നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായി നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ ആ ചാട്ടം കോൺഗ്രസിലേക്കാണോ? വി ഡി സതീശൻ ഉറ്റ സുഹൃത്തായത് കൊണ്ട് തന്നെ ഇത്രയും നാള് പരസ്യ ഫൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങോട്ടുള്ള ചാട്ടം. പിന്നെ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളോട് നേരത്തെയൊക്കെ പ്രതികരണം ഇച്ചിരി അധികമായിരുന്നു. എവിടെ കിട്ടിയാലും സുരേഷ് ഗോപിനൊന്നും വരാണ്ട് പോയില്ല. ഇപ്പൊ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയോട് പ്രതികരണത്തിന് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കൊമ്പൊടിച്ചതാണോ, ആയുധം താഴെ വെക്കുന്നതിന്റെയൊക്കെ പിന്നിൽ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ എന്താണെന്നുള്ളത് അധികം വൈകാണ്ട് നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കാം.